ഹരിശ്രീ ഗണപതേ നമോസ്തുതേ. നമസ്കാരം. ചാക്യാരുടെ മനസ്സ് നിറഞ്ഞിരിക്കണോ? കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ സ്വർഗലോകം പോലെ കൊട്ടാര സദൃശ്യമായൊരു മേഖലയിൽ വന്നിട്ട് കൂത്തിന്റെ ഒരു അംശം ഒന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ സ്വർഗലോകത്ത് പോലും പരമസുഖമേ ലഭിക്കണേ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ചാക്യാർ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഏതായാലും അത്തം തൊട്ട് തിരുവോണം വരെ നമ്മുടെ ഓണനാളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ എല്ലാവരും കാണാൻ വിട്ടാണെങ്കിലും മഹാരാജാവ് ഉണ്ടല്ലോ അവിടെ. വൈഫിനെ നന്നായിട്ട് ചിരിപ്പിക്കണം കേട്ടോ. ഓ ആയിക്കോട്ടെ. അതാണല്ലോ രാജാവിനെ പോലും ചിരിപ്പിക്കാനുള്ള ഒരു അധികാരവും സന്ദർഭവും ലഭിച്ചിട്ടുള്ള ഏക കലാകാരനാണ്, അല്ലെങ്കിൽ ആദിമ യുഗത്തിലെ കലാകാരനാണ്. പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോ ചാക്യാരുടെ മനസ്സ് സന്തോഷം കൊണ്ട് അങ്ങോട്ട് പൂത്തിരികത്താ. കാരണം എന്താന്ന് വെച്ചാൽ ചാക്യാര് തുടങ്ങി വച്ചൊരു കലാരൂപത്തെ ഇന്നും ലോക മലയാളികൾ അംഗീകരിക്കണു എന്ന് പറഞ്ഞാൽ നിന്ന നിൽപ്പിൽ തന്നെ തമാശയുടെ നുറുങ്ങുവട്ടങ്ങൾ പറയാന്നുള്ളൊരു സമ്പ്രദായം ആദ്യമായിട്ട് ഈ ഭൂമി മലയാളത്തിൽ കൊണ്ടുവന്നത് ചാക്യാരാണ്. സംശയം ഉണ്ടാ കാര്യത്തില്. കാരണം എന്താണെന്ന് വെച്ചാൽ രാജകൊട്ടാര സന്നിധിയിൽ നിന്നിട്ട് രാജ്യപ്രമുഖന്മാരുടെ മുമ്പില് രാജ്യത്തെ പൗരന്മാരോട് ഓരോ ദുരവസ്ഥകളും കാര്യങ്ങളും എല്ലാം ബോധ്യം. സലിമാദികൾ എന്താണാവോ ഒരു ചിന്താമഗ്നായിട്ട് ഇങ്ങനെ ഇരിക്കണത്? സലിമാദികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഷാ പ്രയോഗങ്ങളുണ്ട്. പറയുമ്പോ ഒരു ഭാഷാ പ്രയോഗങ്ങളുണ്ട്. സലീം സാർ എന്ന് പറയാൻ പറ്റില്ല, കാരണം പുരാണത്തില് സാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ സലീമാദികൾ. എന്താണ് ഒരു ആലോചന? ഞാൻ പെട്ടെന്ന് മറ്റേ കാര്യത്തിലേക്ക് പോയി. ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡിന്റെയും അന്നത്തെ അവസ്ഥയെ കുറിച്ച് ആ ലോകത്തിലേക്ക് ഞാൻ പോയി. മറ്റേ കാര്യത്തിലൊക്കെ പോയി എന്നൊക്കെ പരസ്യമായിട്ട് പറയാൻ പാടില്ല ഇപ്പൊ. കാരണം ഇപ്പൊ യൂട്യൂബുള്ള കാലഘട്ടം ആയതുകൊണ്ട് ആ കാര്യം മാത്രം എടുത്തിട്ട് ആളുകൾ നമ്മളിങ്ങനെ നെട്ടോട്ട് ഓടിക്കും. അപ്പോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ചാക്യാർക്ക് വല്ലത്. ബേബിയാദികൾ. അതെ, ചാക്യാര് ഏത് മണ്ഡലത്തിൽ നിന്നാ? ഏതാ? ഏത് മണ്ഡലത്തിൽ നിന്നാ? മണ്ഡലല്ല, മകരവിളക്കിന്നാ. മനസ്സിലായില്ലേ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ബേബി മഹാരാജാവിനോട് ചാക്യാർക്ക് ഒരു പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം വെച്ചാൽ സ്വന്തം സഹധർമ്മിണിയെ ചിരിപ്പിക്കുക എന്ന് പറയാന്ന് തന്നെ ഒരു ഭർത്താവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരമോന്നതമായ ഒരു കർത്തവ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഭാര്യയുടെ സന്തോഷമാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് കേരളത്തില് പല ഭാര്യമാരും ഭർത്താക്കന്മാരും അത്ര കണ്ടങ്ങോട്ട് ആലോചിക്കണുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ചാക്യാർക്ക് സന്തോഷം. ഭാര്യയെ പറ്റി പറഞ്ഞതിന് മോണ്ട് ഇപ്പൊ ഒരു സാധനം ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതൊന്ന് പറഞ്ഞോട്ടെ. കാരണം ചാക്കോച്ചന്റെ ഇപ്പൊ നേരത്തെ നമ്മൾ ഇസാഖ് എന്ന് പറഞ്ഞ മോനുണ്ടല്ലോ, അവൻ ചെറിയ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ചാക്കോച്ചനൊക്കെ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോ ഇവര് ആലപ്പുഴ ഭാഗത്ത് ബോട്ടിൽ പോവാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോ ഈ ചെക്കന് ഡെയിലി മുട്ട കൊടുക്കും, ഒരു കോഴിമുട്ട തിന്നാൻ കൊടുക്കും ഇസാഖിന് കോഴിമുട്ട തിന്നാൻ കൊടുത്തിട്ട് ഒരു ദിവസം പ്രിയ ഇസാഖിനോട് ചോദിച്ചു, നമുക്ക് ഈ മുട്ട എവിടുന്നാ കിട്ടുന്നതെന്ന് അറിയോന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞു ലുലുമാളിൽ നിന്ന് പറഞ്ഞു. അതോടെ ഇന്നത്തെ തലമുറയ്ക്ക് പ്രകൃതിയോട് ബന്ധമില്ല, അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല തുടങ്ങിയ തോന്നലൊക്കെ ഉണ്ടായിട്ട് പ്രിയ ഈ കൊച്ചിനെ കൊണ്ടുപോയി ആലപ്പുഴയെ കൊണ്ടുപോയി ബോട്ടെടുത്ത് ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു താറാവ് വളർത്തു കേന്ദ്രം കോഴി വളർത്തു കേന്ദ്രം ഒക്കെ ഉള്ളിടത്ത് വെളുപ്പിന് കൊണ്ടുപോയിട്ട് താറാവും കോഴിയൊക്കെ മുട്ടയിടുന്നത് കാണിച്ചു കൊടുത്തു. ഇവനെ പ്രകൃതിയോട് അടുപ്പിക്കാനും ഇതൊക്കെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും മുട്ടയിടുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവൻ ചോദിക്കുക, മമ്മി എനിക്ക് ഇത്രയും നാള് കോഴിയുടെ അപ്പിയല്ലേ തിന്നാൻ തന്നോണ്ടിരുന്നേ, ഇനി ഞാൻ തിന്നത്തില്ല എന്നും പറഞ്ഞ് ആ ചെറുക്കൻ മുട്ടതീറ്റ നിർത്തി. ഇല്ല പറയട്ടെ, നുണയാണെങ്കിൽ പകുതി സത്യമാണ്. അതല്ല പകുതി കംപ്ലീറ്റ് സത്യം. പിന്നെ അവൻ മുട്ട തിന്നാണ്ടായി. കാരണം ഇവരിത് കണ്ടതോടുകൂടി മുട്ടയൊക്കെ അവിടെ കാട്ടത്തി കിടന്നെടുക്കുന്ന കാണിച്ച് പ്രകൃതിയോട് അടുപ്പിച്ച് ഇപ്പൊ മുട്ട തിന്നത്തില്ല. ഇവനിതല്ല എന്ത് പറഞ്ഞാലും ആ വെള്ളം എടുത്ത് മാറ്റാ, ഒന്ന് ചൂടാക്കാം, കുറച്ച് അസത്യം ചേർക്കുക. അതെ, ഇതിനകത്ത് 100% സത്യമാണ്. അതെ, പിന്നെ ഇത് ഉള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ അത്ര ഒരാൾ ഇരുത്തിക്കൊണ്ട് ഇത്രയെന്നോണം എനിക്ക് പറയാൻ പറ്റുമോ? ബേബി മഹാരാജാവിന് അഭ്യർത്ഥനയുണ്ട്. സാധാരണ കൂത്ത് അവതരിപ്പിക്കുമ്പോ ലഭിക്കുന്ന പൈസ പോരാട്ടോ ഇപ്പോ 455 റുപ്യ കൂടുതൽ തരേണ്ടി വരും. കാരണം ഇതൊക്കെ കഴുകി കളയുന്നത് വെളിച്ചെണ്ണ കൊണ്ടാണേ. വെളിച്ചെണ്ണയുടെ വില അങ്ങോട്ട് കൂടി വന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകി കളയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വെളിച്ചെണ്ണ ഇല്ലാതെ പറ്റില്ല. അപ്പൊ കേരം എന്തെങ്കിലും നമ്മുടെ കൊച്ചു കേരള നാട്ടില് ഇപ്പൊ കേരമുണ്ടോ എന്നൊരു സംശയമാണല്ലേ. പക്ഷെ വസ്ത്രധാരണം നന്നായിട്ടുണ്ട്. സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചിറങ്ങുന്ന പെൺകുട്ടികളെ കാണാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാ. എല്ലാം ചുരിദാറും കാര്യങ്ങളിലേക്കൊക്കെ പോയി ചാക്യാര് വന്ന കണ്ടപ്പോ ഒരു കൊച്ചുകുട്ടി ചുരിദാറിട്ടേക്ക് ആ ചുരിദാറിന്റെ കാലിന്റെ ഇറക്കം കുറഞ്ഞിരിക്കണം. വല്ലാത്ത പുതുമയാണ് ഇപ്പൊ അല്ലേ മഹാറാണി?
ചുരിദാറിന്റെ കാലൊക്കെ പണ്ട് ഒരു ചുരിദാറിട്ടിട്ട് സ്ത്രീകള് ചുരിദാറിന്റെ കാലുണ്ടായി എന്റെ കണ്ണങ്കാല് കാണില്ലായിരുന്നു. ഇപ്പോഴെന്താ കണ്ണങ്കാലിന്റെ മേളിലേക്ക് ഇവിടത്തോളം വരെയായി. എന്താണാവോ അപ്പോ ഈ കാലിന്റെ ഇറക്കം ഇങ്ങനെ കുറയ്ക്കാൻ കാരണമെന്ന് ചാക്യാർ സ്ത്രീജനത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ സ്ത്രീജനം പറയാ, എന്റെ വാമഭാഗം, അതായത് എന്റെ ഭർത്താവ് എനിക്കൊരു സ്വർണത്തിന്റെ പാദസരം വാങ്ങി തന്നിട്ടുണ്ട്. ആ പാദസരം ഇട്ട് നടക്കുമ്പോ അത് കണ്ണങ്കാല് മൂടിപ്പോയി കഴിഞ്ഞാൽ സ്വർണം ആരെങ്കിലും കാണോ? സ്വർണത്തിന് വല്ലാത്ത വിലയുണ്ടായില്ലേ? അതുകൊണ്ട് സ്വർണത്തിന്റെ പാദസരം കാണിക്കാൻ വേണ്ടി അത്രേ ഞാൻ ഇതിന്റെ കാലിന്റെ ഇറക്കം കുറച്ചത്. ചാക്യാര് പരമശിവനോട് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു, ഭഗവാനേ ശംഭോ മഹാദേവ, നീ പാദസരല്ലേ വാങ്ങി കൊടുത്തിട്ടുള്ളോ? അതെങ്ങാൻ വല്ല അറിഞ്ഞാണായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്നുള്ള കാര്യത്തില് വല്ലാത്ത വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോ പറഞ്ഞു തുടങ്ങിയത് എന്താന്ന് വെച്ചാല് നമ്മുടെ വിഷാരടിയാദികളുണ്ട്, നമ്മുടെ ചാക്കോച്ചനാദികളുണ്ട്, അതുപോലെ സലീമാദികളുണ്ട്. ഈ കൊട്ടാര സദൃശ്യമായി ഇവിടെ വന്നു നിന്നിട്ട് ഇനി പിറക്കാൻ പോകുന്ന ഒരു ഉണ്ണി അല്ലേ? അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകള് ചാക്യാര് നേരിട്ട്. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മഹാബലി തമ്പുരാന്റെ ഓർമ്മയാണ് മനസ്സിൽ വരുന്ന. മഹാബലി തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, കാലഘട്ടം എന്ന് പറഞ്ഞാൽ എള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നും, എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണുന്ന മഹാബലി തമ്പുരാൻ. നമസ്കാരം. ഇവിടെ ഉണ്ട്. എന്താണ് ശാരദീതികൾ? എന്താണാവോ രണ്ട് മഹാബലി, ഒരു മഹാബലി അല്ലേ നമുക്കുള്ളോ? ഈ ഓണമാണല്ലോ, ഓണത്തിന് ഒന്നെടുത്താ ഒന്ന് ഫ്രീ അല്ലേ? അങ്ങനെ ഒരു കിഴിവ് ഇവിടെ ഉണ്ടോ? അല്ല, അങ്ങനെ ഫ്രീ കിട്ടിയതല്ല അത്. ഒന്ന് എന്റെ മാവേലി, ഒന്ന് ബേബി സാറിന്റെ മാവേലി. വേറെ വന്നതിന് ഞങ്ങൾ പറഞ്ഞു വിട്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞു വിടാനുള്ള ഒരു കാരണം? അല്ല, ഓണമല്ലേ, മാവേലിക്ക് ഒരുപാട് സ്ഥലത്ത് പോകണ്ടേ, നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ വന്നതിനെ പറഞ്ഞു വിട്ടതാ. സാധാരണ വന്നു കഴിഞ്ഞാൽ മാവേലി സാധാരണ പോക്കാണ് പതിവ്, ആരും പറഞ്ഞു വിടാറില്ല. അദ്ദേഹം സ്വമേധ, കാരണം വെച്ചാൽ നമ്മുടെ അദ്ദേഹം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ കേരളം അല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ വന്ന് കാണുമ്പോ തന്നെ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ആ കാലഘട്ടത്തൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നും ഇവിടെ വന്നില്ലെങ്കിൽ മോശമാവൂല്ലോ. അല്ല ചാക്കേരി, ഇപ്പൊ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പോഴും നമുക്ക് രണ്ടുപേരുണ്ട്. ഒരാൾക്ക് പോണെന്നുണ്ടെങ്കിലേ ഒരു എലിമിനേഷൻ റൗണ്ടും കൂടെ വെച്ചെങ്കിലേ നമുക്ക് ഒരു മാവേലിയെ പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അല്ല പിഷാരടി, അത് കഷ്ടമുണ്ടോ? എന്താ? പണ്ട് ഒരു എലിമിനേഷനിലാണ് മാവേലി പാതാളത്തിലേക്ക് പോയത്. ഇവിടത്തെ ഒരു എലിമിനേഷൻ നടത്തി ഇതിനകത്ത് ഒരാളെ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണത്. ഈ രണ്ടുപേരില് നമുക്ക് ഒരാളെ വീണ്ടും ഒന്ന് പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറഞ്ഞാലും. അല്ല, നേരത്തെ ഒരു എലിമിനേഷൻ നടത്തിയതല്ലേ, ആ സെയിം ഫോർമാറ്റ് തന്നെ പിടിച്ചാ പോരെ? സലീമേട്ടൻ ഒന്ന് മനസ്സ് വെച്ച സുഖമായിട്ട് എലിമിനേഷൻ നടത്താന്ന് ഒരു ഡയലോഗ് പറഞ്ഞേ. ഒരു ഡയലോഗും കൂടെ സലീം. ഏത് സിനിമയിലാണെന്ന് പറയണം. അതെ, എലിമിനേഷന്റെ ആവശ്യമില്ല ചാക്കോച്ച. വണ്ടി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാവേലി പൊക്കോളും. എന്റെ മാവേലി പോവെന്ന് പറയാനായിട്ട് നിങ്ങളാരണ്ടേ? അത് ഞാൻ കൊണ്ടുവന്ന മാവേലിയാന്നേ. അത് നിങ്ങൾ കൊണ്ടുവന്ന മാവേലിയാണെന്ന് പറഞ്ഞ് എന്റെ മാവേലിനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അല്ല, അത് പറഞ്ഞു, അതിനാണല്ലോ എലിമിനേഷൻ വെച്ചേക്കുന്നത്. രണ്ടായാലും പുള്ളിക്ക് വണ്ടിക്കൂലി കൊടുക്കണ്ടേ പോകാനായിട്ട്? നിങ്ങളല്ലേ വിളിച്ചു വരുത്തിയത്? എന്താ ഒരു ഉപായം പറഞ്ഞുതരാം. സാധാരണ ഇവിടെ എന്താണോ സമ്പ്രദായം എന്ന് വെച്ചാൽ ആ സമ്പ്രദായം തന്നെ നടത്താം. സലീമാദികൾ ഒരു നല്ലൊരു ചോദ്യമാണ് ചോദിക്കുക, അതിന് ഉത്തരം പറയാൻ പറ്റാത്ത ആളാണ് ഇവിടെ നിന്ന് പോകട്ടെ. മാർഗം ഉത്തരം പറയാത്ത ആള് നോക്കാം, ആരോ പറയുന്നത് നോക്കാലോ. തുടങ്ങാം. അപ്പൊ ഒരു ഡയലോഗ് പറയും, അത് ഏതിലേതാണെന്ന് പറയണം. അതെ, അച്ഛനാണ് ശ്രീ അച്ഛൻ. അച്ഛൻ ഉറങ്ങാത്ത വീട്. എലിമിനേറ്റ്. പുൽവാൽ കല്യാണം. ഔട്ടായി. മണ്ടത്തരം പറഞ്ഞിട്ട് ഇവിടെ വെക്കാന്ന് വിചാരിച്ചോ? നീ വീട്ടിലോട്ട് കയറി പോയി നേരം വെക്കോ. അപ്പൊ എനിക്ക് സന്തോഷമായി. എന്റെ എതിരാളിയായിട്ടുള്ള മാവേലി ഇവിടുന്ന് ഒഴിഞ്ഞു പോയതിന്റെ സന്തോഷത്തില് മാവേലിയുടെ വകയായിട്ട് മിൽമ തരുന്ന പായസം എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വിതരണം ചെയ്തോളൂ. സന്തോഷായിരിക്കണോ? പായസം. ഇതാണോ മാവേലി തമ്പുരാനെ? ഇത് മിൽമയുടെ ഇൻസ്റ്റന്റ് പായസം മിക്സാ. റെഡി ടു ഡ്രിങ്ക് പായസം. പൊട്ടിച്ചൊഴിച്ച് കുടിച്ചാ മതി. സന്തോഷായി. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ അടുത്തതായി പെർഫോം ചെയ്യാനെത്തുന്നു സംഗീത്. ഇപ്പോ നമ്മൾ തമ്മിൽ പല കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇവരെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ടിവിയിലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഇപ്പോ എനിക്ക് കിട്ടിയ ഒരു ഫീൽ എന്താ വെച്ചാല് സ്വന്തം മണ്ഡലത്തിൽ ഇലക്ഷന് നിൽക്കാൻ വന്ന പോലെ ഉണ്ട്.
ആ ഓ എല്ലാവരും ഒരു വീണ്ടും ഒന്ന് കാണാൻ പറ്റിയ സന്തോഷം. അതിലെ കോമഡി എനിക്ക് മനസ്സിലായി. അതിൽ കോമഡി ഇല്ലാത്തോണ്ട് ഞാൻ വിട്ടതാ. ഇല്ല, കോമഡി ഉള്ളത് പറ. ഞാനേ എല്ലാവരും പറയുന്ന പോലെ തന്നെ അനിയത്തി പ്രാവ് 50 തവണ കണ്ടിട്ടുണ്ട്. എങ്കിലും സത്യം പറയും, ഉള്ളത് പറ. എന്നാ 5 തവണ. അനിയത്തി പ്രാവിന് ചാക്കോച്ചന്റെ പേരെന്താണ്? ഞാൻ പറയാം, 56 പ്രാവശ്യം കണ്ടാ നീയാണ്. സുധി, സുധി. സുധി. അമൃത പെർഫോമൻസിലോട്ട് പോവാം, അതല്ലേ നല്ലത്. മുതലാളി, ഞാൻ ഈ കോമഡി കാണുന്നതേ പൈസ എണ്ണി കൊടുക്കുന്ന പോലെ. ഇത് നമ്മൾ അന്വേഷിച്ച് വരില്ല. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ഇതിനെ ചെല്ലണം. അപ്പൊ ഇത് കിട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചില സന്ദർഭങ്ങളിൽ അവിടുന്നോ ഇവിടുന്നോ കുറേശ്ശെ മറിക്കും. എന്നാൽ ചില സമയത്ത് എനിക്ക് നല്ല തോട്ടുകൾ വരും കേട്ടോ ഈ കോമഡിയുടെ. അപ്പൊ ഞാനത് ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം ആ പേരെങ്ങാനും പറഞ്ഞ ഈ സെൻസർ ബോർഡ് കേട്ട് കഴിഞ്ഞാൽ ആ പേര് അങ്ങനെ പറയരുത്, അതിന്റെ മുന്നിൽ വി ചേർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോ ഇവൻ എന്റെ വീട്ടിലേക്ക് ഡെയിലി വരും ചായ കുടിക്കാൻ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിടും ചായ ഇല്ല എന്ന് പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ഞാനും അവനും കൂടി ചായ കുടിക്കാൻ പോകും, വടയും കഴിക്കും അവന്റെ കാശ്. അപ്പൊ എപ്പോഴും ഇവനാണല്ലോ പൈസ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാവുമ്പോ ചില സന്ദർഭങ്ങളിൽ ഞാൻ ചായയും വടയ്ക്കും കാശ് കൊടുക്കും. പക്ഷെ അവനെ വിളിക്കാറില്ല. അവൻ വളരെ ഹാൻഡ്സമാണ്, സൽസ്വഭാവിയാണ്, ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തവനാണ്, എന്നെ പോലെ സെയിം പിച്ച്. പക്ഷെ ഇവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ എല്ലാവരെയും സഹായിക്കും. ഇവൻ എന്നെ ഒന്ന് സഹായിച്ചു ഒരു ദിവസം. ഇതേപോലെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിവിടെ വെറുതെ നിൽക്കുന്നുണ്ട്. ഇവൻ ഓടി വന്നിട്ട് മൈക്ക് വന്നിട്ട് പറഞ്ഞു, 4 തമാശ പറയും. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, പെൺപിള്ളേരുണ്ടാ, പെൺപിള്ളേരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ മൈക്ക് മേടിച്ചു. ഞാൻ നോക്കുമ്പോ എത്ര പേര് ഉണ്ടെന്ന് നമുക്ക് നോക്കണല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടിൽ ആരുമില്ല. എന്റെ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ ഒരാൾ വെള്ളം അടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്ക് മൈക്കെടുത്തിട്ട് ഹള്ള എന്ന് പറഞ്ഞപ്പോ ആളെ കാണാൻ. പിന്നെ സ്റ്റേജിന്റെ പുറകില് കുറെ പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മൈക്കോടെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ വന്നിരിക്കാം, ഇവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. അപ്പൊ ആ പുറകിലിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, നിന്റെ പരിപാടി കഴിയട്ടെ. വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കാം. സത്യം പറഞ്ഞ എന്റെ മനസ്സ് വിഷമിക്കുമ്പോ എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം. അത് നിർബന്ധ. അതിപ്പോ ഇന്ന സ്ഥലത്തേക്ക് ആവണമെന്നില്ല, കക്കൂസിലേക്കായാലും മതി, പക്ഷെ പോണം. എന്റെ കയ്യിലുള്ള കാശിന്റെ നിലവാരം അനുസരിച്ച് കൂടുതലും യാത്ര കക്കൂസിലേക്കാണ്. അപ്പൊ ഒരു ദിവസം എനിക്കിങ്ങനെ മനസ്സ് വേദനിച്ചപ്പോ ഞാൻ അമ്മോട് വന്ന് പറഞ്ഞു, അമ്മ എനിക്കൊരു കക്കൂസ് സോളോ ട്രിപ്പ് പോണം. അമ്മ പറയാ, നീ സോളോ ട്രിപ്പ് പോവാൻ നീ ആരാ, ഗോവിന്ദചാമിയാണോ? സത്യം പറഞ്ഞ ഒരു കൈയില്ലാത്ത അങ്ങേര് ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോയി. ഒരു കേടുമില്ലാത്ത എനിക്ക് വീട്ടിന്റെ പടി പുറത്തിറങ്ങുമ്പോ 100 ചോദ്യം വരും. ഇതുപോലെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന വേറൊരുത്തന്റെ പേരാണ്, അവന്റെ പേര് ഞാൻ പറയുന്നില്ല, തൽക്കാലം നമുക്ക് അവനെ ബാഹുബലി എന്ന് വിളിക്കാം. അപ്പൊ ഈ ബാഹുവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവനോട് ചോദിക്കുന്നതിനല്ല ഇവൻ സമാധാനം പറയാം. കമലഹാസന്റെ ഇന്റർവ്യൂ പോലെ. ഇപ്പോ കമലഹാസന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കണം, സാറിന്റെ പുതിയ പടത്തിനെ പറ്റി. അപ്പൊ പുള്ളി പറയും, ഞാൻ നിറയെ മേടയില சொல்லிருக்க, ஆனால் ஒரு க்ளூ കൊടുക്കറേ, 5 മണി ബസ്, അത് വിട്ട മിസ്, ഒരേ ഒരു കിസ്, എത്തിക്കുന്ന ഒസ്. തല മനസ്സിലായ? ഇതേപോലെ തന്നെയാണ് അവൻ. അവനോട് ചോദിച്ചാലും ഒരു ഉത്തരം കിട്ടില്ല. ഒരു ദിവസം ഇവന് റോഡ് ആക്സിഡന്റ് പറ്റി. അപ്പൊ ഞാൻ പോയി ചോദിച്ചു, എന്ത് പറ്റിയടാ? അപ്പൊ അവൻ പറഞ്ഞു, ആ മരം കണ്ട, ആ മരത്തും ഇടിക്കാതിരിക്കാൻ ഒന്ന് തിരിച്ചതാ, താനേലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്റെ മനസ്സ് ദേശീയപാത തകർന്ന പോലെ തകർന്നു. എന്താ അറിയോ, അവിടെ അങ്ങനെ ഒരു മരമില്ല. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ഒരു ബീഡി വാങ്ങിച്ചു വലിച്ചപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ഒരു മരമല്ല, ഒരു ലോഡ് മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാട്ടുവഴിയാണ് വീട്ടിൽ പോയത്. IPL ചെന്നൈ പോലും ഇത്രയും മരങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. എന്റെ സംശയം, ഒരു വീടിക്ക് ഇത്രയും മരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു കെട്ട് വീടിക്ക് ഈ ഭൂമി ഒരു ഹരിതവർണ്ണ ത്വരിതമാക്കി മാറ്റമായിരുന്നു. എന്തുകൊണ്ട് കേരള സർക്കാർ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല? ഞാൻ ഒരിക്കൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ജിമ്മിലൊക്കെ പോണ്ട് വർക്കൗട്ട് ചെയ്തിരിക്കുമ്പോ ഒരുത്തൻ പറയാണ്, ഇന്നുണ്ടല്ലോ നമ്മുടെ ജിമ്മിൽ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും യൂത്തന്മാരാണ്, സംഗീതേട്ടൻ ഒഴികെയെന്ന്. അതിനുള്ള മറുപടി ആ ചുറ്റമ്പലത്തിന്റെ ഉള്ളിൽ വെച്ച് ഉണ്ണിമായ പറയാറിയിട്ടല്ല. പക്ഷെ എന്താ പ്രശ്നം അറിയോ, നമ്മളിപ്പോ ഒരു 10 എണ്ണം പറയുമ്പോ ഒരെണ്ണാണ് എടുക്കണത് RCB കപ്പ് എടുക്കണ പോലെ. ഒന്നാട് വർക്കാവുന്നില്ലാതെ.
ഈ 2K പിള്ളേര് വേറൊരു ദിവസം എന്നോട് ചോദിച്ചു ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിക്ക് ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇവരുടെ മൈത്രയും ഞാനാണെന്നാ. ഒന്നുമല്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ അവൻ ചോദിക്കുക, ചേട്ടൻ പ്രേം നസീറിന്റെ ആരാധകനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. എന്താ? ഏയ് അഭിപ്രായം കുറച്ച് പഴയതാ, അതോട്ട് പറഞ്ഞാ സംഭവം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനുണ്ടല്ലോ യുവന്മാരെക്കാൾ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന യുവന്മാരിൽ നിന്നും മാറി എങ്ങനെ വലിയൊരു മനുഷ്യനാവാണ്. അതിനുള്ള പ്രാർത്ഥനകൾ ഞാൻ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് എന്നാണ്. കാരണം എന്റെ മീഡിയം ഉണ്ടായിരുന്ന ഷർട്ട് ഇപ്പൊ XXL ആയി മാറിയിട്ടുണ്ട്. ദൈവവും വലിയവനായി, ഇപ്പൊ ഞാനും വലിയവനായി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് എന്ന് അത് ചോദിക്കാം. ചോദിക്ക്. സംഗീതേ, പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മള് സ്റ്റേജ് പരിപാടിക്ക് തന്നെത്താൻ ചെയ്യാൻ പോയതിനെ കുറിച്ചും പല കാര്യങ്ങൾ പറഞ്ഞതും വളരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിറ്റുകളൊക്കെ നല്ല രസമുള്ള കുറെ തമാശകൾ പറഞ്ഞു. സൂപ്പറായി കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചില വാക്കുകളുടെ യൂസേജ് ഒക്കെ ഹരിത എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ, ഹരിത ത്വരിത എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര രസമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. നന്ദി. ഒറ്റ വാക്കി പറഞ്ഞാന്ന് പറഞ്ഞ ഒറ്റ വാക്കേ പറയാവുള്ളൂ. ചേട്ടൻ 2 വാക്ക് പറഞ്ഞു. നന്നായിരുന്നു. നന്നായി. താങ്ക് യു. സ്വന്തം അനുഭവം പറഞ്ഞതിലൊക്കെ നന്നായി. കാരണം സംഗീത പരിപാടി കളിക്കാൻ പോകുമ്പോ ആൾക്കാർ എണീറ്റ് പോവുക, സംഗീതത്തിന്റെ പരിപാടി കഴിയുമ്പോ ആൾക്കാർ വന്നിരിക്കുക, അങ്ങനെയുള്ള സ്വന്തം അനുഭവങ്ങളൊക്കെ സ്വാഭാവികം. നന്നായിട്ട് ചെയ്തു. പിന്നെ ചില ആൾക്കാർ അഭിനയിക്കുമ്പോഴുള്ള പ്രശ്നമാണ് കൈ എവിടെ വെക്കണം, കാലോട് വെക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. മുണ്ട് എങ്ങനെ പിടിക്കണോ, അഴിച്ചിടണോ, മടക്കി കുത്തണോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ മാറ്റണം. അടുത്ത പ്രാവശ്യം വരുമ്പോ അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടാ. ഇപ്പൊ നന്നായിരുന്നു. താങ്ക് യു. ശരിക്കും ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രോഗ്രാം ചെയ്യാം ആണോ? എന്തായാലും ഇനി അങ്ങോട്ട് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കണം. അതെ അതെ. നിറഞ്ഞ സദസ്സിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് ചാക്കോച്ചനെ എപ്പോഴും കണ്ടിട്ടുള്ളത് ഭയങ്കര റൊമാൻറ്റിക്, ക്യൂട്ട്, ഹാൻസം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. അപ്പൊ അതിലൊരു സീൻ ഉണ്ടല്ലോ, ഒരു ചേച്ചിനെ ഇങ്ങനെ പൊഴിക്കുന്ന ഒരു സീന്. അപ്പം ഇനി അതുപോലത്തെ ക്യാരക്ടേഴ്സിലോട്ടാണോ പോകുന്നത്, അതോ പഴയ പോലത്തെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് തിരിച്ചു വരുമോ? എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ട് അത് ഉത്തരം മുട്ടി. ഓണായിട്ട് ഉത്തരം മുട്ടി. ഒന്ന് ആലോചിച്ചിട്ട് അടുത്ത ഓണത്തിന് പറഞ്ഞാൽ മതിയോ? അത് ഫ്രഷ് ആയിട്ടുള്ള ചോദ്യം ഒന്നും. നിങ്ങൾക്ക് ക്രഷ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്രയും ഫ്രഷ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ മമ്മൂട്ടി തന്നെയാണോ മോഹൻലാലിനെ ഇഷ്ടം എന്നുള്ള അതിലും ഫ്രഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ ചോദിക്കായിരുന്നു. നിങ്ങൾ അതൊക്കെ വിട്ടിട്ടാ ഇത് ചോദിച്ചത്. എന്നാ ശരി, വേറെ ക്വസ്റ്റ്യൻ. ഇത് ഫ്രഷ് ആണ്. ഇപ്പോഴത്തെ സിനിമയിലൊക്കെ കിസ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അന്നത്തെ സിനിമയില്, അതായത് ചാക്കോച്ചന്റെ അന്നത്തെ സിനിമയിൽ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ചാക്കോച്ചൻ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇനി അങ്ങനത്തെ എന്തെങ്കിലും സിനിമ, ഇപ്പം കൂടെ നിൽക്കുന്ന, കൂടെ ആക്ട് ചെയ്യുന്ന പാർട്ട്ണറെ കിസ് ചെയ്യുന്ന സീൻസ് ഒക്കെ അത്രയും എക്സ്ട്രീം റൊമാൻറ്റിക് സീൻസ് വന്നാൽ ചെയ്യുമോ? സലീംകുമാർ ആണെങ്കിൽ എന്റെ കൂടെ അഭിനയിക്കുന്നത് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പൊ കാര്യമൊക്കെ മനസ്സിലായ മൃദുല. ചാക്കോച്ചൻ വന്നപ്പോ തന്നെ ഹഗ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം പറഞ്ഞ ഈ ഫ്ലോറിൽ അത് നടക്കൂല. അതല്ലെങ്കിൽ ഈ സീനുകളൊക്കെ ഇതിന് മുമ്പേ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? താങ്കളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്നെ രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ മര്യാദ. ഞങ്ങള് ഒരു അവൻ അതിനിടയിൽ കൂടെ ചോദിച്ചു. அசராம சிரிச்சாம ஒதுங்கி போவாண்டா அத்தனை
எதிரியா தான் நின்னாலும் பதறாம இருந்தாட பீஸ்ட் நீ தாண்டா ராவம்மா ஹே ராவம்மா ஜாலியா ஜிம்கானா ராசம்மா ஹே ராசம்மா கேதுனேங்கானா ராவம்மா ஹே ராவம்மா ஜாலியா ஜிம்கானா ராசம்மா ஹே ராசம்மா சொன்னது சரிதானா சரிதானா சரிதாப்பா ஜாலியா ஜிம்கானா ரொம்ப தயங்கி நிக்கிறிய ரொம்ப பார்த்து ஓடுறிய ஐயோ ஒன்ன நீயே குறைச்சி எடை போட்டு பாக்குறிய சும்மா வெயிட்ட காட்டணும்டா நம்ம மோதி பார்க்கணும்டா நண்பா எவன் வந்தாலும் அலற விட்டு கெத்த காட்டணும்டா கையில தான் நீ பிடிச்சாலே பிரச்சனை தீராதே தூக்கியத நீ எரிஞ்சாலே டென்ஷன் ஏறாதே ஊருக்கு தான் நீ பயந்தாலே வேலைக்கு ஆவாதே யாருக்குமே நீ அடங்காத வெற்றிய விடாதே புலம்புறவன் தமாசு எது தின்னு நான் நீ மாசு மனசில் ஒண்ணு நினைச்சா அது நடத்தணும் நண்பா ஒரு முறைதான் தொட்டாலே மேல கைதான் வச்சாலே திருப்பி அதை கொடுத்தாத பீஸ்ட் நீ தாண்டா ராவம்மா ஹே ராவம்மா ஜாலியா ஜிம்கானா ராசம்மா ஹே ராசம்மா கேதுனேங்கானா ராவம்மா ஹே ராவம்மா ஜாலியா ஜிம்கானா ராசம்மா ஹே ராசம்மா சொன்னது சரிதானா சரிதானா சரிதான்ப்பா ஜாலியா ஜிம்கானா മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിൽ അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ എത്തുന്നത് ഗിനീഷ്. കണ്ണൂർ ഭാഗത്ത് പ്രോഗ്രാമുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ മാസമൊക്കെ എത്ര പരിപാടി ഉണ്ടായിരുന്നു? കള്ളത്തരം പറയണ്ട, സത്യം പറയാലോ അല്ലേ? ആ പറയാം. എന്തായാലും ഒരു 5-8 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 8 പരിപാടി കള്ളത്തരം ഒന്നും നല്ല പരിപാടിയാ. അത്രയൊക്കെ കഴിഞ്ഞ മാസം ജൂണില്ല, സ്കൂളിന്റെ ജൂലൈയിൽ. ഏത് സ്കൂളിന്റെ? നീ സത്യം പറഞ്ഞതിന് വിടുള്ളൂ ഇവിടുന്ന്. എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടി? അതൊക്കെ പഴയ ബന്ധങ്ങള്, സ്കൂളുകളുടെ പഴയ ബന്ധം. ജൂണിൽ തുറക്കുമ്പോ തന്നെ നിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടാവൂടാ. അത് സത്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞത് നീ മുന്നോട്ട് പോയാൽ 8 എന്നുള്ളത് എത്ര വരെ? എത്ര രൂപ? 4 ഓ പോരാ പോരാ, ഇച്ചിരി കൂടെ പേ. ഓണമല്ലടേ, എല്ലാ ആഡിസയിലൊക്കെ എന്തേലും കുറച്ച് ഇച്ചിരി കുറച്ച് തന്നേ. ഒറ്റ പരിപാടി ഇല്ലായിരുന്നു സാർ. ഗിനീഷ്, നമുക്ക് ഓണമൊക്കെ അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദത്തില് എല്ലാവർക്കും ഒരു ഓണാശംസകള് പറഞ്ഞ ഗംഭീരാവൻ. വാസ്തവത്തില് നിങ്ങള് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴ് നല്ല നിലക്കുള്ള സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ പരിപാടിക്ക് എല്ലാ തരത്തിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ആ, എന്നാ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ശബ്ദം കൂടെ ഒന്ന് അനുകരിച്ചേക്ക്. വലിയ സംഗതി, വലിയ കുൽവലം. എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ നമുക്ക് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ എവിടുന്ന് കിട്ടുന്നത് പോലും അറിയില്ല, വല്ലാതെ മയക്കുമരുന്നിലൊക്കെ അനുഭവപ്പെട്ടു പോലും. എനിക്ക് ഓണത്താളിൽ ഒന്നേ പറയുള്ളൂ, ഇത്രയും മഹാമാരി എനിക്ക് ഈ ഒരു വേദിയിൽ വെച്ച് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. നിങ്ങൾ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഒന്നും പുറകെ പോകാതിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല നമസ്കാരം. താങ്ക് യു. സൂപ്പർ സൂപ്പർ. പണി തുടങ്ങിയാലോ? ഇനി വന്ന കാര്യം തുടങ്ങിയാലോ? ഓക്കെ. ഓണം, വിഷു, ക്രിസ്മസ്, ബക്രീദ് എല്ലാം അതിന്റെ എക്സ്ട്രീം ലെവൽ ആഘോഷിക്കുന്ന ഒരു നാടാണ് എന്റെ നാട്. അതിൽ ജാതി, മത, വർഗ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങളുടെ ഓണാഘോഷത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വള്ളം കളി മത്സരമായിരുന്നു. വള്ളം കളി മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്ഥലം DYSP ആയിട്ടുള്ള ചന്ദ്രമോഹൻ സാറാണ്. അദ്ദേഹം വിത്ത് യൂണിഫോമില് അദ്ദേഹത്തിന്റെ തന്നെ ഔദ്യോഗിക വാഹനത്തിൽ ഞങ്ങളുടെ കടവിലേക്ക് വന്നു. ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു, കടവിലേക്ക് കൊണ്ടുപോയി.
ഞങ്ങൾ പറഞ്ഞു സാർ നാടൻമുറത്ത് അതിന്റെ ആവശ്യം എന്താ, നമുക്ക് അതിന്റെ റൂട്ടിൽ തന്നെ കൈകാര്യം ചെയ്യാം. സ്ത്രീകളെല്ലാം കുരവയിട്ടു, ഞങ്ങൾ 2 പെഗിട്ടു, ആളുകളെല്ലാം ചേർന്ന് ഇദ്ദേഹത്തെ കായലിലേക്ക് തള്ളിവിട്ടു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കായലിന്റെ നടുക്കെത്തിയ സമയത്താണ് ആ സത്യസന്ധനായ പോലീസ് ഓഫീസർ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത്. എന്നിട്ടും കരയിലുള്ള ഈ കൂട്ടത്തിൽ ഒരൊറ്റൊരുത്തനും അത് മനസ്സിലായിട്ടില്ല. തുഴ ഇപ്പോഴും കരയെ തന്നെ കിടക്കുക. അദ്ദേഹം കൈവീശി കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, സാറ് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ, കൈവീശി കാണുന്നില്ലേ, കൈവീശി കാണിച്ചു കൊടുക്ക് സാറിനാണ്. അൻഡമാൻ നിക്കോബാറിലേക്ക് പശ്ചിമ ബംഗാളിൽ നിന്ന് പോകുകയായിരുന്ന ഏതോ ഒരു ന്യൂനമർദ്ദം വിത്ത് ഫാമിലി സാറിനെ എടുത്ത് അറബിക്കടലിലേക്ക് പോയി. ഇപ്പൊ സാറിന്റെ ചരമവാർഷിക ഓണാഘോഷവും ഞങ്ങൾ ഒറ്റ അടിക്കാൻ നടക്കുന്നത്. അടിച്ച് പൊളിച്ച് ഇപ്പൊ ക്ലബിന്റെ പരിപാടിക്ക് വേണ്ടി പോസ്റ്റർ അടിക്കുമ്പോ ഒരു സൈഡിൽ സാറ്, ഇപ്പുറത്തെ സൈഡിൽ മാവേലി. പക്ഷേ ചാക്കോച്ചൻ സാർ, ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഗംഭീരമായ പ്രത്യേകതകളുണ്ട്. വടംവലി മത്സരമാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. എല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട് മാമനുണ്ട്. ഈ മാമൻ എന്ന് പറഞ്ഞ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഓവർ യൂസ് സാധനമാണ്. ഈ യൂസ്ലെസ് അങ്ങനെ പറയുകയും പാടുണ്ടോ നാടെ ഇരിക്കുന്ന ചേച്ചി ചിന്തിക്കുന്നുണ്ടാവും. 60,000 70,000 ഉറുപ്പ്യ കൊടുത്തിട്ട് മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ചെന്നിട്ട് ഉള്ള ചീത്ത തീർത്ത് വാങ്ങിച്ചു വരുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ അങ്ങനെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ മൂപ്പരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിച്ച ആളാണ്. ഭ്രാന്തനെ പോലെ എന്നല്ല, മുഴുത്ത പ്രാന്തൻ. ഇന്നത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരൊക്കെ ഇവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കേണ്ട കോട്ട് വേണം, സൂട്ട് വേണം, ഇത്രയും ലൈറ്റ് വേണം, സംവിധാനം വേണം, ഇതൊന്നും വേണ്ട. തന്റേതായ ശൈലിയിൽ തനിക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ വെറും ഒരു വള്ളി ട്രൗസറിന്റെ പിൻബലത്തിൽ ചാപ്പിലിരുന്ന് കോമഡി പറഞ്ഞ ബാലകൃഷ്ണൻ. മാമൻ അങ്ങനെ ഇത്രയും വലിയ കൊമേഡിയനായി നിങ്ങൾക്കറിയോ? മാമൻ എല്ലാ തമാശകൾക്കും മാമനൊരു ഒറ്റ ഗ്രൂമർ ഉണ്ടായിരുന്നുള്ളൂ. ചാപ്പിൽ കറി വെക്കുന്ന കല്യാണി. മാമനിടക്ക് കല്യാണിന്റെ അടുത്ത് എന്നിട്ട് പയ്യപ്പുറത്തൊക്കെ ചെന്നിട്ട് ചില തമാശയൊക്കെ പറയുമ്പോ കല്യാണി ഒറ്റ അടി വെച്ചു തരും. ഒരു തമാശക്ക് പറഞ്ഞതാ കല്യാണിയെ. വീണ്ടും അവിടുന്ന് എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുമ്പം എല്ലാം ചെറുകെ പുറകെ ചെന്നിട്ട് മാമ എന്തെങ്കിലും ഒരു തമാശ കല്യാണി നോക്ക് ഞാൻ കൊത്തി ഒരു തമാശക്ക് പറഞ്ഞതാ കല്യാണിയെ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മാമന്റെ ഉള്ളിൽ ഒരു തമാശക്കാരനുണ്ടെന്ന് കണ്ടെത്തിയത് കല്യാണിയായിരുന്നു. തൽക്കാലം നമുക്ക് മാമനെ അങ്ങ് ഒതുക്കാം. സ്റ്റാൻഡപ്പിൽ മാത്രമല്ല, സിനിമയിലും രാഷ്ട്രീയത്തിലും എല്ലാ മേഖലയിലും ഈ ഒതുക്കലുണ്ടല്ലോ. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹത്തിന്റെ ആഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പം തന്നെ ആ കസേരയിലിരുന്ന് മരിക്കണം എന്നാണ്. ജനങ്ങളെ പ്രാർത്ഥന. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒത്തുവരുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വന്നു, ഞങ്ങളുടെ നാട്ടിലെ ആളുകളെയൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചു. എന്റെ മുന്നിലിരിക്കുന്ന വിവിധ ജനറേഷൻ, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന വിവിധ കോർപ്പറേഷൻ, ഒട്ടും കംഫർട്ട് അല്ലാത്ത നമ്മുടെ കേരളത്തിലെ കമ്പട്ടേഷൻ, സുരക്ഷാ ഭീഷണി നേരിടുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷൻ, ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്നലെ തീപിടിച്ച നമ്മുടെ ഫയർ സ്റ്റേഷൻ. ഇതിനെപ്പറ്റി ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാൻ അധികാരത്തിൽ കയറിയപ്പോൾ ഈ ഗ്രാമത്തിൽ 10 ചെറ്റകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഞാൻ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാക്കി മാറ്റി. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ആകെയുള്ളത് ഒരൊറ്റ ചെറ്റിയാണ്, അത് ബാലകൃഷ്ണൻ. അതിനിടയിൽ എഴുതാന്നറിയാലോ ഒരു സൗണ്ട്, പാവട്ട വാക്കേ കൈവിട്ടായത്, ഇത് തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് പ്രസിഡന്റ് മനസ്സിലാക്കണോ. ആങ്കറിന്റെ മൈക്ക് എങ്ങനെയോ മാമൻ കൈക്കലാക്കിയിട്ട് ഇതിനിടയിൽ അത് ആ വെടിയും പുകയൊക്കെ ആയിട്ട് അങ്ങനെ എഴുന്നള്ളി വരികയാണ് കിഷൻ ചന്ദ് ചാറ്റർജി. മുതലാളി വിചാരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാളിൽ ഏതോ നേതാവെന്നല്ല. കൃഷ്ണൻകുട്ടിമാരാർ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ആനയാണ് ശങ്കരൻകുട്ടി. RC ചെറുക്കനൊന്ന് പശ്ചിമ ബംഗാളിലേക്ക് മാറിയപ്പോ ടൈറ്റിലൊന്ന് മാറി. ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള പാപ്പാനും ആൻസ് വെച്ചിട്ടുള്ള ആനയും വരുന്ന വരവൊന്ന് കാണണം. ഞാൻ എന്നോട് ചീന് പട്ട എങ്ങനെയാ കൊടുക്കുന്നത്, മിക്സിന്റെ അകത്തിട്ട് അരച്ചിട്ട് വരവ് കണ്ട. ഇത് കൊമ്പനാണോ പിടിയാണോ എന്ന് യാതൊരു പിടിയുമില്ല. ഇപ്പൊ
ഇപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാമൻ എന്ത് ചെയ്തു? ആനേനെ കണ്ടേം പാടും മതം പൊട്ടി. ആനക്ക് ഈഗോ അടിച്ച് ആനക്കും മതം പൊട്ടി. മാമനും മതം പൊട്ടിയ കാരണമുണ്ട് രമേശേട്ടാ. കാരണം നമ്മുടെ രാജ്യം നേടിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിലൊരു വിജയം ഉണ്ടല്ലോ, അതേപോലെ മാമൻ ഒരുപാട് കാലം പണിപ്പെട്ടിട്ടും പരാജയപ്പെട്ടു പോയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബിന്ദൂർ. അത് 2 കുഞ്ഞുങ്ങളായിട്ട് വടംവലി കാണുക വന്നിട്ടുണ്ട്. അതിന്റെ ഹാങ് ഓവറിലായി പ്രാന്ത് ഉണ്ടായത്. അപ്പൊ തന്നെ വനം വകുപ്പിന്റെ ആൾക്കാർ വന്ന് വെടിവെക്കാൻ വേണ്ടി നിന്നപ്പോ ആകെ കൺഫ്യൂഷനായി. ഒരു ഭാഗത്ത് കിഷൻ ചന്ദ് ചാറ്റർജി, ഒരു ഭാഗത്ത് മാമൻ. അയാള് അമ്പലത്തിൽ വെടിവെടിപാട് വിളിച്ചു പറയുന്ന പോലെ ഒരൊറ്റ വർത്താന. കിഷൻ ചന്ദ് ചാറ്റർജി വഴ ഒരു വെടി, ബാലകൃഷ്ണൻ പക വേറൊരു വെടി. മാമൻ കഴിഞ്ഞ ആഴ്ച ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. സർക്കാർ വക തന്നെ വെടി, ഡി അഡിക്ഷൻ സെന്റർ സർക്കാർ വക തന്നെ. അപ്പോ ഡോക്ടർ നമ്മളെടുത്ത് പറഞ്ഞു, ചാക്കോച്ച സാർ ഏജ് ഓവർ ആയതിൻ്റെ ഒരു വിഷയമാണ്. ഒരുപാട് പ്രായമായിട്ടും കല്യാണം നടക്കാത്തതിന്റെ. മിഠായി തെരുവിൽ ചെന്നിട്ട് നമ്മുടെ ലോകസഞ്ചാരം ചെയ്യുന്ന എസ്കേപ്പ് ഒറ്റക്കാരനോട് വരെ ചോദിച്ച്, ലോകത്ത് മുഴുവൻ നടക്കുന്ന ആളല്ലേ, എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഈ മാട്രിമോണിയിൽ ഒന്നും അയക്കും, ഇവൾ അവിടുന്ന് തിരിച്ചയക്കും. അങ്ങനെ അയപ്പ്, അങ്ങനെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ കത്തയക്കും. ഇവർ തമ്മിൽ ലവായി. അങ്ങനെ ഒരു ദിവസം ചോദിച്ച്, എനിക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ മോളെ? അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പ്രൊഫൈൽ അത്ര പോരാ, അല്ലെങ്കിൽ നല്ല പ്രൊഫൈലുള്ള ആരൊന്നും പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരില്ലല്ലോ. അങ്ങനെ മാമൻ ഒരു ദിവസം റീലിങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഒരു അമേരിക്കൻ ഈ ബ്ലോഗറിന്റെ, നിങ്ങളുടെ പ്രായം 38 48 ആയിക്കോട്ടെ, നിങ്ങൾ അമീർ ഖാനോ ഷാറൂഖ് ഖാനോ തസ്മി ഖാനോ ആവാനുള്ള ശ്രമം നടത്തുക. നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പോൾ നഴ്സറിയിലോ ലോ കോളേജിലോ ഹൈ കോളേജിലോ പഠിക്കുന്നുണ്ടാവും. അവൻ ആവേശായി. 4 പാക്കറ്റ് ഡയ്യാന്ന് കണ്ണിലും മൂക്കിലൊക്കെ കൂടെ അടിച്ചു കയറ്റി ഡൈ ആയി പോവാഞ്ഞ ഭാഗ്യം. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന്. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ് സൂര്യ ടിവിയിൽ പുതിയൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലാണ്. അനുഭവിച്ചോളി. ഒരു കുടുംബത്തിൽ നിന്ന് 2 പ്രാന്തന്മാർ ഫ്ലോറിൽ വേണ്ടാലോ. അപ്പൊ പറഞ്ഞ പോലെ. ഗിനീഷേ, നല്ലതായിരുന്നു, പതിവ് പോലെ നല്ലതായിരുന്നു. നിങ്ങൾ ആനയെ കൊണ്ടുവന്ന് അതിനെ വടക്കേ ഇന്ത്യ കൊണ്ടുപോയി പേര് മാറ്റി അത് ഹെഡ്ഫോൺ വെച്ച് ഹാൻഡ്സ് വെച്ച് വന്നതും അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ ചിലയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തത് ആനയായിരുന്നു. മറ്റേ മൈക്ക് മറ്റേ ആള് കട്ടെടുത്ത് മറുപടി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിലും കുറച്ചുകൂടെ അതിനെ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളും ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ 4 പേരും കൂടെ നിൽക്കുമ്പോൾ ഒരു തമാശ സംഭവിച്ചു എന്ന് വെച്ചോ, രണ്ടാമത് ഈ തമാശ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരോട് ഇത്ര ഡീറ്റെയിൽ ചെയ്യണ്ട. നമുക്കൊരു വാക്കൊക്കെ പറഞ്ഞാൽ മറ്റവൻ അന്ന് പറ്റിയത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാവരും ചിരിക്കും. ഒന്നും പറയണ്ടല്ലോ, അത്രയും പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് അറിയാത്ത ഒരുത്തനുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ എല്ലാ ഏരിയയും പറയേണ്ടതുണ്ട്. അതെനിക്കിന്ന് ഗിനീഷ് ഈ ഒരു പ്രശ്നം കൊണ്ട് ഗിനീഷ് ചില വിറ്റുകളുടെ ഡീറ്റെയിലിംഗ് ഇച്ചിരി കുറഞ്ഞതു പോയ പോലെ എനിക്ക് തോന്നി. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പല വിറ്റുകളും ഗംഭീര വിറ്റുകളാണെന്ന് തോന്നി. കേട്ടോ, സൂപ്പറായി. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അവതരണമായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ചില എനിക്ക് തോന്നുന്ന വടക്ക് എന്ന് പറഞ്ഞാൽ നല്ല വടക്കുന്ന് വന്നിട്ടുള്ളതുകൊണ്ട് ചില വാക്കുകൾ ചിലർക്ക് കിട്ടാനായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പം വള്ളംകളിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ മറ്റേ പുള്ളിയെ എങ്ങോട്ട് ക്ഷണിക്കുന്നു എന്നാ പറഞ്ഞത്, എങ്ങോട്ട് വരുന്നു എന്നാ പറഞ്ഞത്, കടവിലേക്ക്, പുഴക്കടവിലേക്ക്. കടവ് എന്നുള്ള വാക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. ആ ഓക്കെ, കടവെന്നാ പറഞ്ഞതല്ലേ? ഓക്കെ. പക്ഷെ എന്തായാലും എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് അതിന് മുമ്പ് പറഞ്ഞ ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്ത് അതുമായിട്ടാണ് കാണുന്നത്. സോ അതും ഗംഭീരമായിരുന്നു. പരിപാടിയും അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ ചില സാധനങ്ങളൊക്കെ പോയിന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അത് കുഴപ്പമില്ല, സർവ്വസാധാരണ സംഭവിക്കുന്നതാണ്. ടോട്ടലി നന്നായിരുന്നു. അത് മതിയല്ല? നീ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി. അത് മതി. അതെ, നമുക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിലിപ്പോ വേറെ കഥയൊന്നുമില്ല. അതെ. ജിനേഷിന്റെ കോമഡികൾ കൂടുതലും വടക്കോട്ടാണ്. ഇങ്ങോട്ട് എറണാകുളത്തേക്ക് പ്രോഗ്രാമിന് വരാറില്ലേ? ചെറിയ പ്രോഗ്രാമൊക്കെ ചെറിയ രീതിക്കൊക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ. നിലവിൽ ഈ പരിപാടിക്ക് അവൻ എറണാകുളത്തോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് തിരിച്ചു വിടാം. അല്ല, എന്താ അറിയോ, ആ ഭാഷയുടെ കുറച്ച് ഇതുണ്ട്. എനിക്കൊന്നും മനസ്സിലാവാൻ കിട്ടുന്നില്ല കുറച്ച് സാധനങ്ങൾ, ചില വാക്കുകളൊക്കെ. കണ്ണൂരാണല്ലേ പ്രോപ്പർ സ്ഥലം? കോഴിക്കോട്. ഈ പേരിന്റെ അർത്ഥം എന്താ? ഗിനീഷ്. ഞാനത് കുറെ ചോദിച്ചതാ മേഡം അച്ഛനോട്. അച്ഛന്റെ പേര് നാരായണൻ, അമ്മേന്റെ പേര് ഗീത.
അപ്പോ ഓ അങ്ങനെയുണ്ടോ? ലാസ്റ്റിൽ ഒരു ഷൂ കൂടെ ചേർത്ത് കൊടുത്തു. വെറുതെ ആ സമയത്ത് ഷീന്റെ അതിപ്രസരം ഉണ്ടായിരുന്നു. കുറെ രമേശ്, രതീഷ്, സുധീഷ്, സന്തോഷ്, സതീഷ് കുറെ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വെറൈറ്റി ഇട്ടതാ ഗിനീഷ്. ജിനീഷ് അല്ലേ അവന്റെ പേര്? ഗിനീഷ്. ഗിനി എന്ന് പറയുന്നത് ഒരു കോഴിയുടെ വർഗമാണ് ശരിക്കും. അതെ. അങ്ങനെയല്ല ഗിനി പന്നിയുണ്ട്. ഗിനി പിഗ്. അതിന്റെ പുറത്താണ് എപ്പോഴും മരുന്ന് പരീക്ഷിക്കുന്നത്. ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടു പോകുന്നതല്ല മനുഷ്യനിലേക്ക്. ആയിക്കോട്ടെ ഗിനീഷ്, സൂപ്പർ. ഗിരീഷേട്ടാ കാണാം. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ അടുത്തതായി ഒരു അടിപൊളി പെർഫോം ചെയ്യാൻ എത്തുന്നു അഖിൽ ആൻഡ് ഷിക. നമ്മളിപ്പോ പാടാൻ പോകുന്ന പാട്ട് നമുക്ക് സലീം കുമാർ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. പിന്നല്ല ഞാൻ ഈ ശിഖ എന്ന് പറഞ്ഞ കുട്ടിയെ കാണുമ്പോ വളരെ മലയാളത്തിലുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ ആദ്യം മറന്നുപോയി. അങ്ങനെ പറയുന്നു കേട്ടോ. മലയാളികൾക്ക് എന്തോ അത്ര അടിപൊളിയായിട്ട് എല്ലാ വേഷങ്ങളും ചേരുന്ന ആൾക്കാരാണ് മലയാളി. സത്യം. മലയാള സിനിമയിലെ ഡാൻസ് സിംഫോണ്. മലയാള സിനിമയുടെ ഡാൻസ് മാസ്റ്ററാണ്. കലക്കട കലക്ക്, നീ കലക്ക്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം പുകഴ്ത്തുന്ന കാരണേ ഞങ്ങളുടെ ബേബി സാറിന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ പുള്ളി പാലിന്റെ സ്വഭാവമായിരുന്നു പുള്ളിക്ക്. ഒന്ന് തൂരാക്കി വിട്ട തിളച്ച് തന്നെത്താൻ പൊങ്ങി മറിഞ്ഞു വീഴുമായിരുന്നു. അത്രയും പൊങ്ങുമായിരുന്നു. കയ്യിൽ നിന്ന് പോയി ഇരിക്കുക. ഇപ്പൊ കാപ്പിപ്പൊടി ഇട്ടപ്പോ പതാണ് പോയി. രണ്ടുപേരും കൂടെ വന്നിട്ട് കണ്ടോ ആ മലയാളത്തിലുള്ള ഡ്രസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രി ഇരിക്കുന്ന കണ്ടോ. ಮಮ್ಮದುರ ಅನ್ನ ಕೊಡಿ ವಮ್ಮದಿನಿ ಅನ್ನ ರೆಡಿ ಮರದ ಮಚ್ಚೋ ಅನ್ನ ಕೊಡಿ ವಮ್ಮದಿನಿ ನಲ್ಲ ಕೊಟ್ಟು ಗಡಿ. மம்மதுர அன்ன கொடி வாமதினி அன்ன ரெடி மருத மெச்சு அன்ன கொடி வாமதினி நல்லா கொட்டு அடி. ಏಯ್ ಪಟಾಸೆ ಪರಾಸು ಬೆಲ್ಲಾಸು para pa pa para para pa 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 para para pa para pa 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 சொங்கி நிக்கமா வந்து ஒரசு para pa pa para para pa 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 para pa 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 ಮಮ್ಮದುರ ಅನ್ನ ಕೊಡಿ ವಮ್ಮದಿನಿ ಅನ್ನ ರೆಡಿ ಮರದ ಮೆಚ್ಚೋ ಅನ್ನ ಕೊಡಿ ವಮ್ಮದಿನಿ ನಲ್ಲ ಕೊಟ್ಟು ಗಡಿ. மம்மதுர அன்ன கொடி வாமதினி அன்ன ரெடி மருத மெச்சு அன்ன கொடி வாமதினி நல்லா கொட்டு அடி. രമേശ് ഏട്ടോ, ഇന്നത്തെ മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറിൽ ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരാനുള്ളത്? ഇന്ന് ഒരു അനുഭവ കഥയാണ്. ഇന്നത്തെ പോലത്തെ പക്ഷിയും കഥകളൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സീനിയർ ആയിട്ടുള്ള നമ്മളേറെ റെസ്പെക്ട് ചെയ്യുന്ന ആണ് ലാലേട്ടൻ.
ഞാന് വിദേശത്ത് ഒരു പരിപാടി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സിദ്ദിഖ് സാറായിരുന്നു ആ ഷോയുടെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് എന്നുള്ള പോലെ കുറെ കാര്യങ്ങൾക്ക് ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അല്പം നേരത്തെ അവിടുത്തെ കാര്യങ്ങളുടെ സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വളരെ നേരത്തെ ദുബായിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഇതിന്റെ ഇന്ന കാര്യങ്ങളുടെ റെക്കോർഡിങ് ഇന്ന കാര്യങ്ങളുടെ മിസ്സിംഗ് ഒക്കെ തീർത്തിട്ട് വേണം നിങ്ങൾ വരാൻ. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാണ് പോകുന്നത്. അപ്പൊ ഒരു ദിവസം രാത്രി മുഴുവൻ അതിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. പിറ്റേ ദിവസം രാത്രി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം രാത്രിയാണ് ഈ ഷോ നടക്കുന്നത്. പകലും ഇതിന്റെ തിരക്കുകളായതുകൊണ്ട് തന്നെ പകൽ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് റെക്കോർഡിങ്, നാളെ യാത്ര, മറ്റന്നാൾ ഷോ. ആ ഷോ കഴിഞ്ഞ് ഉടനെ എയർപോർട്ടിലോട്ട് വന്ന് തിരിച്ചും വരണം. അങ്ങനെ വിമാനത്തിൽ കയറിയപ്പോൾ ആ ഷോയിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ വിമാനത്തിൽ കയറിയപ്പോൾ കറക്റ്റ് ലാലേട്ടൻ അവിടെ വന്നിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ സീറ്റിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹം ഞാനൊന്നും മുഖത്തോട് മുഖം നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. കൊച്ചി എത്തി ഇറങ്ങാറായപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോനെ നീ കയറി ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പേ ഉറങ്ങിപ്പോയല്ലോ, എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? എനിക്ക് സത്യത്തിൽ അസൂയ തോന്നി നീ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് കൊതി തോന്നി നീ ഉറങ്ങുന്ന കണ്ടിട്ട്. എങ്ങനെ ഇങ്ങനെയൊക്കെ ഉറങ്ങുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലാലേട്ടാ ഞാന് മിനിഞ്ഞാന്ന് രാത്രി മുഴുവൻ റെക്കോർഡിംഗ് ആയിരുന്നു. ഇന്നലെ രാത്രി ഈ ഷോയ്ക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ഇന്ന് ഇപ്പൊ ഈ ഷോ ആയിരുന്നു. 3 ദിവസമായി ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, അതെന്താ മോനെ ഇങ്ങനെ നെറ്റിയൊക്കെ ചുളിച്ച് ഇങ്ങനെ എന്തോ കഷ്ടപ്പെട്ടതുപോലെ പറയുന്നത്? ജോലിക്ക് വേണ്ടി ഉറക്കാൻ നിൽക്കാൻ പറ്റുന്നൊക്കെ ഒരു ഭാഗ്യമല്ലേ? എത്രയോ പേർക്ക് ജോലിയില്ല. അപ്പൊ മോൻ എന്താണ് ഇന്നലെ ഉറങ്ങിയില്ല ഇന്ന് ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പരാതി പോലെ പറയുന്നത്? ഒരിക്കലും വർക്ക് കൂടി എന്നുള്ളത് ഒരു പരാതിയായിട്ട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് എനിക്കൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നീട് അതിനിപ്പുറത്തേക്ക് ഞാൻ ഒരു സമയത്തും അത് കൂടി അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉറക്കം നിന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല. ഒന്നിക്കലും നമ്മൾ അതിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ വേറെ എപ്പോഴോ കിടന്നുറങ്ങണമായിരുന്നു. നമ്മുടെ ഉറക്കം ഇല്ലാതാക്കിയത് ഒരിക്കലും ആ വർക്കല്ല, നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ്. അപ്പോൾ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഓരോ മത്സരാർത്ഥികൾക്കും അതേപോലെ ഉറക്കം നിന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. മൈ ജി ഫൺ ബേബി ഫണ്ടിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു നിത്യ പ്രവീൺ. വിഷു ചേട്ടാ. ഹായ് നിത്യ. ഹായ് ചേട്ടാ. ചാക്കോച്ച നമസ്കാരം. 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 ഹായ് നിത്യ. ഹായ്. നമസ്കാരം. നമസ്കാരം. നിത്യ, എന്തോ ഓണമായിട്ട് എന്താ വിശേഷങ്ങൾ പറ? ഓണക്കൊടിയൊക്കെ എടുത്തോ? ഓണക്കൊടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട് എടുത്തില്ല, എടുത്തോണ്ടിരിക്കുന്നു. അതെങ്ങനെ ഫുള്ളായിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാവർക്കും എടുക്കണമല്ലോ, ഓരോ സെഷനായിട്ട് എടുത്തു വരണ്ടേ. പല പല സെഷനായിട്ടാണ് പോകുന്നത്. അല്ല, വീട്ടിലെടുക്കണം, എന്റെ വീട്ടിലെടുക്കണം, ഹസ്ബൻഡിന്റെ വീട്ടിലെടുക്കണം, പിന്നെ മോക്ക് എടുക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ കുറേശ്ശെ എടുത്തു തരുമ്പം പല ഘട്ടമാണ്, ഒറ്റപ്പോക്കിനല്ല എനിക്ക് എടുക്കുന്നത്. മനസ്സിലായില്ല അത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലല്ലേ മോള്? എനിക്കത് മനസ്സിലായില്ല, വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതായത് ഹസ്ബൻഡിന്റെ വീട്ടിൽ എല്ലാവർക്കും എടുക്കണം, അത് ഒരു ദിവസം. ആ, എന്റെ വീട്ടിലോട്ട് എടുക്കണം, അതൊരു ദിവസം. പിന്നെ ചേച്ചിക്കൊക്കെ ഉള്ളത് അങ്ങനെ ഒരു സെഷൻ എടുക്കണം. അപ്പൊ ടോട്ടൽ 3 ദിവസം അല്ലേ? അങ്ങനല്ല, കുറേശ്ശെ എടുത്തു വെക്കാം. ഞാനതല്ല കുറച്ച് നല്ലതാണ്. അല്ല, അത് എന്താ എങ്ങനെ? ഞാനിത് ആദ്യമായിട്ട് കേൾക്കാണ്. നിങ്ങളുടെ നാടെവിടെയാ? തിരുവല്ല. അവിടെ ഇങ്ങനെയാണോ ആചാരം? അത് ഞങ്ങളുടെ നാട്ടിലങ്ങനെയല്ല. നമ്മുടെ സമയം നമ്മളൊക്കെ ഒരുമിച്ച് പോയിട്ട് ഡ്രസ് എടുത്തല്ല. ഞാനൊക്കെ അങ്ങനെയാ. വലിയ കല്യാണത്തിന് ഒരു ഒരുമിച്ച് പോയിട്ട് എല്ലാരും കൂടെ ഒരു ദിവസം കൊണ്ട് എടുത്തോണ്ട് വരും. അച്ഛന്റെ വീട്ടുകാർക്ക്. ഞങ്ങൾക്ക് അങ്ങനെ എന്റെ നിന്റെ എന്നുള്ളതില്ല. അതായത് ഹസ്ബൻഡിന് ചില സമയം കിട്ടത്തില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗ്യാസ് ഏജൻസിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും? ഗ്യാസ് ഏജൻസിയിൽ എത്തുമ്പോ അപ്പൊ ഗ്യാസ് കൊടുക്കണ്ടേ എല്ലാവർക്കും? അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സമയം കിട്ടുന്നില്ല. മേടിക്കാൻ പോകാൻ പറ്റും. അപ്പൊ താൻ പോയി ഡ്രസ് എടുക്കും. പുള്ളിക്ക് സൺഡേ മാത്രമേ ലീവ്. അന്ന് കടയില്ല. അന്ന് കടയില്ല. അന്ന് കടയില്ല. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ സമയമുണ്ടല്ലോ. എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയില്ല. എനിക്ക് പിടുത്തം. ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഓണക്കോടി എടുക്കുന്ന ഒരു കുടുംബം. അതെ, 3-4 ദിവസത്തെ ഒരു ചടങ്ങാണ് ഓണക്കോടി. കല്യാണമാണെങ്കിൽ ഒഴിവില്ല, ഞായറാഴ്ച മാത്രം. അല്ല, കല്യാണത്തിന് ഈ പ്രശ്നമുണ്ട്. പണ്ട് കല്യാണം ഒരു ദിവസം നമ്മളെ കല്യാണം വിളിച്ച് പോവല്ലേ. ഇപ്പം നമ്മൾ ചിലരോട് ചില നടിമാരും അല്ല നടൻ ഇന്നയാളുടെ കല്യാണത്തിന് പോകുന്നുണ്ടോ? നിന്നെ എന്തിനാ വിളിച്ചേക്കുന്നത് കല്യാണത്തിന്? എന്നെ സംഗീത് ഭാഷ്, എന്നെ മറ്റേ പാർട്ടിക്ക്, എന്നെ ഹൽദി സംഗീത് ഭാഷ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് കിടക്കുക ചടങ്ങുകൾ. 10-20 ദിവസം നീണ്ടു നിൽക്കുന്ന മാമാങ്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല വിഷാലി, നമുക്ക് ഇതിലൊരു തീരുമാനത്തേക്ക് മുന്നോട്ട് പോവാം. അല്ല, ഇതിലെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തതറിയോ? അത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പൊതുവെ ഈ ഷോപ്പിംഗ് ചെയ്യാൻ പോണത്. പ്രത്യേകിച്ച് അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് ഒരാൾക്ക് മാത്രമൊന്നുമില്ല. അങ്ങനെയല്ല, അതൊരു വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാര് ആണുങ്ങളെക്കാളും 100%. അതുള്ള കാര്യം വരട്ടെ. എനിക്ക് തുണിക്കടയിലൊക്കെ പോകുമ്പോ പോലെ അവിടെ നിൽക്കുന്ന ഈ
നമുക്ക് അവര് കുറെ തുണി ഞാൻ വേണ്ട, ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ട് എടുത്താൽ മതി. എനിക്ക് നിങ്ങളെ പോലെ കണ്ണിച്ചോര ഇല്ലാതെ മടക്കി വെച്ച തുണി മുഴുവൻ എടുത്ത് നിവർത്തിപ്പിക്കുന്നില്ല, എല്ലാം എടുത്ത് ഇടിച്ച് തുറന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പോകാൻ ഇവർക്ക് ഒരു മടിയില്ല. നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് 3 ദിവസം എടുത്തു എന്ന് പറയുന്നു, നിങ്ങളൊക്കെ ഓരോ ദിവസം മതി എന്ന് പറയുന്നു. എന്റെ വീട്ടില് എന്റെ ഭാര്യ, എന്റെ അമ്മ, എന്റെ ഭാര്യയുടെ പേരൻസ്, എന്റെ മകൻ, ഇതെല്ലാരും ഒരേ വീട്ടിലാണ്. പക്ഷെ 5 ദിവസമായിട്ട് പുള്ളിക്കാരുടെ പർച്ചേസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആണല്ലേ? അത് നിങ്ങൾക്കറിയാവോ, ഈ മനുഷ്യൻ പടം ചെയ്യുന്നത് പുള്ളിക്കാരത്തേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട്, അതിനു വേണ്ടിട്ട് മാത്രമാ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളാ പ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിനുവേണ്ടി ഒരു പടം കൊല്ലത്തിൽ 3 പടം പ്രിയക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാ. ബാക്കിയുള്ള പുള്ളിക്ക് എന്തെങ്കിലും കഞ്ഞി കുടിക്കാനുള്ളതുള്ളൂ അതിനകത്ത്. അപ്പൊ പെർഫോമൻസിലോട്ട് പോവല്ലേ? അല്ല പോവാൻ പറ്റട്ടെ. ഈ മാവേലി ഇവിടെ ഇരുന്നിട്ട് മാവേലിനെ മൈൻഡ് ചെയ്തില്ല. മാവേലി അല്ലേ പ്രജയെ മൈൻഡ് ചെയ്യേണ്ടത്? അല്ല അതല്ലല്ലോ, അവരെ കാണാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ മാവേലിനെ അല്ല ശരിക്കും മൈൻഡ് ചെയ്യേണ്ടത്. അതെ അതെ. എന്താ മോളെ അങ്ങനെ ചെയ്തത്? നമസ്കാരം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു കൂട്ടത്തി. അങ്ങനെ ഭവിക്കട്ടെ. ഇതായിരുന്നു പ്രശ്നം. ഞാനടുത്ത് മാവേലി എന്തോ കാര്യമായിട്ട് പറയും. മര്യാദക്കിരിക്കായിരുന്നു, ഒരു വിലയിലൊക്കെ ഇരിക്കായിരുന്നു. പെർഫോമൻസ് ഇട്ട് പോവല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിത്യ. ഞാനിവിടെ ഓഡീഷന് വന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു സങ്കല്പമായിരുന്നു, ഇവിടെ എനിക്ക് സെലക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടന്റ് സെറ്റ് ചെയ്തുകൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ പൊട്ടി ചിരിപ്പിക്കണമെന്ന്. അങ്ങനെ നിങ്ങളെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കണം എന്നുള്ളൊരു സങ്കല്പം തന്നെ ഞാനൊരു കണ്ടന്റ് ആയിട്ട് അങ്ങ് എടുത്ത്. പിഷാരടി ചേട്ടാ, ചേട്ടന്റെ സങ്കല്പം എന്താ? അല്ല ഇനിയിപ്പോ അത് പറയണ്ട, പുള്ളി ഇനി അത് പറയാൻ തുടങ്ങി കഴിഞ്ഞ ഒരു കഥയായിരിക്കും. ഈ എപ്പിസോഡ് ഇങ്ങനെ അങ്ങ് പോകും, ഞാനിവിടെ നിൽക്കുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും സങ്കല്പങ്ങളുണ്ടല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ അച്ഛന്റെ ഏറ്റവും വലിയൊരു സങ്കല്പമായിരുന്നു എന്നെ പഠിപ്പിച്ച് നല്ലൊരു ഡോക്ടർ ആക്കണം എന്നുള്ളത്. പുള്ളി ഒരു ദിവസം വന്നത് എന്നോട് പറഞ്ഞ്, ഞാൻ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, അച്ഛൻ 10ാം ക്ലാസ്സിൽ ജയിക്കണം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അച്ഛൻ അത് നടത്തി കൊടുത്തോ? ഇല്ല. കോൺക്രീറ്റ് ഇട്ട് അടച്ചാൽ പോലും പുള്ളിയുടെ വാ ഇമ്മാതിരി അടയെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരമാണ് എന്റെ ഏട്ടന്റെ ഒരു ഉപദേശം, മോളെ എന്റെ അനിയത്തിക്കുട്ടി പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണമെന്നായിരുന്നു ഈ ഏട്ടന്റെ ആഗ്രഹമൊന്നും. ആരായി പണയുന്നേ? പണ്ട് വീട്ടിന്റെ അടുത്ത സ്കൂളിൽ പോളിയോ കൊടുത്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി പോളിയോ എടുത്തവനാ. എന്നാ പോലെ സ്കൂളിന്റെ പടിവാതിൽ കാണരുതെന്ന്. കാര്യം വീട്ടുകാരുടെ സങ്കല്പത്തിനൊത്ത് എനിക്ക് വളരാൻ പറ്റിയില്ലെങ്കിലും എന്റെ സങ്കല്പത്തിനൊത്ത ഒരു പങ്കാളിയെ തന്നെ കേട്ടോ എനിക്ക് കിട്ടിയത്. അതായത് പുള്ളിക്കാണെങ്കിൽ എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ പുള്ളിയുടെ ഭാര്യയുടെ സങ്കല്പം എന്ന് പറയുന്നത് അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിർ ചൂടി ആവി പറക്കുന്ന ചായയുമായി വരുന്ന ഭാര്യയായിരുന്നു. പിറ്റേന്ന് രാവിലെ എന്നെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ചായയും കൊണ്ട് വന്നു. ഞാനല്ല, പുള്ളി. അതോടുകൂടി പുള്ളിയുടെ സങ്കല്പം ഏതാണ്ട് പൊളിഞ്ഞു. ഞങ്ങളൊരു ഫാസ്റ്റ് ഫുഡ് കടയിൽ ചെന്നു, ഫുഡ് ഓർഡർ ചെയ്തു. എന്റെ പൊന്നി ചേട്ടാ, ഫാസ്റ്റ് ഫുഡ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഫുഡ് കിട്ടാൻ ഇത്രയും ലേറ്റ് ആവുന്ന ഒരു ഹോട്ടൽ. നമ്മുടെ നാട്ടിലെ കുടിയന്മാരായ ചേട്ടന്മാരുടെ സങ്കല്പമാണ് ചേട്ടൻ അവിടെ ഇരിക്കും, ചേട്ടന്റെ കാര്യമല്ല. കുടിയന്മാരെന്ന് പറയുമ്പോ എല്ലാരും അങ്ങ് എഴുന്നേറ്റ് നിൽക്കുവോ, എന്തോ ചെയ്യാനാന്ന് പറയാ, ജീവിക്കാൻ വേണ്ടിയിട്ടാണേ. സങ്കല്പമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുപ്പിയുടെ എണ്ണം കൊല്ലംകാർ കൊണ്ടുപോയി. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ തിരുവല്ലത്തുകാര് തന്നെ പിടിക്കുമെന്ന്. പക്ഷേ ഈ കുടിയന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് എന്റെ കണ്ടന്റ് അങ്ങ് നിന്നുപോയി ഏട്ടാ. ഞാൻ അപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരി വിളിച്ച് ട്രിങ് ട്രിങ് 2 ബെല്ലടിച്ചു. കോൾ എടുത്ത് ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞോളൂ, എടി ഞാൻ ഈ കുടിയന്റെ അടുത്ത് പെട്ട് നിൽക്കുക, ഇനിയിപ്പൊ എന്ത് ചെയ്യണോന്ന് എനിക്കറിയത്തില്ല. ഈ കുടിയനെ ഞാൻ അങ്ങ് വിട്ടിട്ട് വേറൊരുത്തനെ പിടിക്കട്ടെ എന്ന്. അത് കേട്ടതും മൂദേവി, നിന്നെ പോലുള്ളവള് മാറാടി ഈ കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാരെ വഴിതെറ്റിക്കുന്നതെന്ന്. സംഭവം എനിക്ക് പിന്നെ മനസ്സിലായത് ഫോണെടുത്തത് അവളല്ലായിരുന്നു, അവക്കടെ അപ്പനാന്നുള്ളത്. അപ്പനെ കുറിച്ച് പറയുമ്പം അച്ഛന്റെ കാര്യം ഓർമ്മ വരും കേട്ടോ. ഈ ഓണത്തിനെങ്കിലും ഒരു കുപ്പി എടുത്തു കൊടുത്തിട്ട് അച്ഛനെ വീട്ടിലിരുത്താം എന്നതായിരുന്നു എന്റെ സങ്കല്പം. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. പുള്ളി എന്താ ഒറ്റക്കാലെ അവിടെ തപസ നിൽക്കുക. ഈ പ്രാവശ്യം ബാംഗ്ലൂർ ചേച്ചിയുടെ വീട്ടിൽ തന്നെ പോണമെന്നു. എന്റെ പൊന്നു ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ കൊണ്ടുപോയ കഥ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തു, ചേട്ടൻ കാർ എടുത്തു. പുള്ളി രാജാവിനെ പോലെ ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരുന്നു. ചേട്ടൻ സീറ്റ് ബെൽറ്റ് ഇട്ടപ്പോ പറയുവാ, കെട്ടിയിട്ട് തന്നെ എവിടെ കൊണ്ടുപോകണടാന്ന് ചോദിച്ചത്. എന്താടാ മോളാ ഞാൻ.
പോന്ന വഴിക്ക് റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്നോണോ സീറ്റ് ബെൽറ്റ് പുള്ളി ഊരി വിടുന്നത്. ചേട്ടൻ പറഞ്ഞ് അച്ഛ ക്യാമറയുണ്ട് ഫോട്ടോ എടുക്കുമെന്ന്. ഫ്രീ ആയിട്ട് കിട്ടുന്ന 2 ഫോട്ടോ അല്ലേ മക്കളെ എന്ന് പറഞ്ഞ് ചെന്ന് കയറി അങ്ങ് കൊടുത്ത്. തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ വന്നപ്പം പെറ്റ് കിടക്കുന്നു. അയ്യോ പെറ്റ് കിടക്കുന്നല്ല കേട്ടോ, പെറ്റ് കിടക്കുന്നു. അവസാനം വീടിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ടാ ഞങ്ങൾ ഈ പെറ്റി അടച്ചു തീർത്തത്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു 5 മണിയോട് കൂടി ബാംഗ്ലൂർ സിറ്റിയിൽ ചെന്നു. 1 ടോള് കയറി, 2 ടോള് കയറി, 3 ടോള് കയറി, 4 ടോള് കയറി. അപ്പഴാ സംഭവം അമ്മയ്ക്ക് കാര്യം മനസ്സിലായത്. അമ്മ ചോദിച്ചു, മക്കളെ നമ്മൾ ഈ കേറിയ ടോള് തന്നെയല്ലേ പിന്നെ കയറിക്കൊണ്ടിരിക്കുന്നത്. അല്ലമ്മ, ഒരാളെ പോലെ 7 പേരുണ്ടെന്ന്. അമ്മ പറഞ്ഞ് നിന്റെ അച്ഛന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ 7 അല്ല 10 എണ്ണമെങ്കിലും കണക്ക് വരണ്ടേന്ന്. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കൂടെ കിടക്കുന്നവനല്ലോ രാപ്പനി അറിയത്തുള്ളൂ. നിങ്ങളെ വിചാരിക്കും ഈ നിത്യ എന്നിവിടെ വന്ന് കണ്ടന്റ് പറഞ്ഞാലും അവക്കടെ അച്ഛനെ കൊണ്ടുവരും. കാരണം എന്താ, ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാ. ചേട്ടാ ആ മറ്റേ സിനിമയിൽ ആ ചൂടം ഇട്ടേക്കണേ, ഞാൻ മറന്നുപോയി, കയ്യിൽ നിന്ന് പോയതുകൊണ്ടാ. താങ്ക് യു. വിശാരടി ചേട്ടാ, സങ്കല്പത്തില് നിത്യ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാന് കുറച്ചും കൂടെ സങ്കല്പിച്ചിരുന്നു. നിത്യക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഇന്ന് കണ്ടത്. നിത്യ ഇന്ന് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നു. നിത്യക്ക് ഭയങ്കര ടെൻഷൻ. എന്തോ പറ്റി? നിത്യനെ അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അറിയത്തില്ല കേട്ടോ, പെട്ടെന്ന് ടെൻഷൻ തോന്നി. ഞാനാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് തുടങ്ങിയപ്പോ ഞാൻ പറയുകയും ചെയ്തു, ചാക്കോച്ചനെ കണ്ട ആർക്കും ടെൻഷൻ ഇല്ല, ആരെയും പേടിപ്പിക്കാത്ത ഒരു മനുഷ്യനായിരിക്കുന്നത്. ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇത്രയും ടെൻഷൻ ആയത്? പറ്റിപ്പോയി. എന്നാൽ കുഴപ്പമില്ല, കുറച്ച് വിറ്റുകളൊക്കെ നല്ല അതിനകത്തുണ്ടായിരുന്നു. ചില കാര്യങ്ങള് ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോ ഞാൻ നേരത്തെ അങ്ങനെ ഇപ്പം വീടിനടുത്തുള്ള സ്കൂളിൽ പോളിയോ കൊടുക്കുന്നുണ്ടായിരുന്നിട്ടും അവിടെ സ്കൂളിൽ പോകാൻ മടിയായതുകൊണ്ട് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയി പോളിയോ എടുത്തു എന്ന് പറയുന്നതിന് പകരം സ്കൂളിൽ പോയ പോളിയോ കൊടുത്തിട്ടും അവിടെ പോയി പോളിയോ എടുത്താന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം എടുത്ത പോലെയാണല്ലോ കേൾക്കുന്നവന് തോന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഇതിന്റെ ഓർഡർ തെറ്റിപ്പോകുന്ന ടെൻഷൻ കാരണമാണ്. ഓണമാണ്, ഇത്ര ടെൻഷന്റെ ആവശ്യമില്ല, ഗംഭീരമാക്കണം കേട്ടാ. സൂപ്പർ. എനിക്ക് തോന്നുന്നു നിത്യ അല്ലേ? നിത്യ വന്ന് നിന്ന് നമ്മളൊരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അതിലെ ഒരു ഫൺ കണ്ടപ്പോ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. അത് കിട്ടിയില്ല. അത് ഈ പറഞ്ഞ പോലെ എന്തോ ടെൻഷൻ വന്നു. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്ക് കൂളായിട്ട് കാഷ്വലായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു അത്. എനിവേസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് ടൈം. ടെൻഷൻ വന്നു എന്ന് വെച്ചാൽ അതൊരു റീസണേ അല്ല. ടെൻഷൻ വരാൻ പാടില്ല, അതാണ് ഞാൻ ടെൻഷനായി പോയി. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇവിടെ വന്നിട്ട് തപ്പാനും തളവാനും ഒക്കെ നിൽക്കരുത്. നമ്മൾ എന്താണോ പ്രസന്റ് ചെയ്യുന്നത് അത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ആരാണ് മുന്നിലിരിക്കുന്നതൊന്നുമില്ല, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രമോ. അതിലിപ്പോ മോശമാവാം, അതൊക്കെ പതിവാണ്. അതൊക്കെ മോശമായി പോവാം, നന്നാവാം. പക്ഷേ നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതെ, ശ്രമത്തെ സിനിമ ഇപ്പൊ നല്ല വലിയ കോടിക്കണക്കിന് രൂപ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇറക്കുന്ന സിനിമകൾ പോലും പൊളിഞ്ഞു പോകും. മോശമാവുന്നതും നന്നാവുന്നതും വേറെ കാര്യം പറയും. മോശമായി നല്ല പറയുന്നത്. ഇതിന്റെ റീസൺ താൻ ടെൻഷൻ അടിച്ചിട്ടും വല്ല ആർട്ടിസ്റ്റാണ്. നമ്മൾ എത്രയോ പെർഫോമൻസുകൾ, ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പോട്ടെ, നമ്മൾ ഇനിയും പിടിക്കും. നമ്മളിവിടെ നിൽക്കുമല്ലേ കേട്ടോ. അടിപൊളിയായിരുന്നു. അതായത് സങ്കല്പമൊക്കെ എനിക്കുള്ളതാണ്. എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏരിക്കണം എന്റെ സങ്കല്പം. ഞാൻ സങ്കല്പത്തിലും സ്വപ്നത്തിലും കണ്ടതൊന്നും പിശാചിനെയൊന്നും അല്ല. ഇത് നല്ല പെൺകുട്ടിയായിരുന്നു. നിത്യ പറഞ്ഞ പോലെ തുളസിക്കതിരി ചൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആദ്യം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഈ ഇവിടെ നിന്ന് വെച്ചാൽ തുളസിത്തറ അടിച്ചു പൊളിക്കുകയായിരുന്നു. പിന്നെ മോള് ചോദിച്ചില്ലേ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടായിരുന്നു. പോകാറേ ഉള്ളൂ. ഈ വീട്ടിലോട്ട് വല്ലത് വല്ലപ്പോഴും. അതാണ് കണ്ടന്റ് ഒക്കെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. സെലക്ട് ചെയ്ത ടോപ്പിക് ഭയങ്കര അടിപൊളി ടോപ്പിക്കായിരുന്നു. സങ്കല്പം കിടിലൻ ടോപ്പിക്കായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങളുടെ സങ്കല്പങ്ങളെയൊക്കെ തകർത്ത് മറിക്കണം. ഈ ഫാസ്റ്റ് ഫുഡിനെ പറ്റി പറഞ്ഞ സങ്കല്പം ഉണ്ടല്ലോ, അത് തെറ്റിപ്പോയി. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലം എന്നല്ല. കിട്ടുന്ന ഫുഡ് ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. ഓക്കെ, താങ്ക് യു നിത്യ. കാണാം നമുക്ക്. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിലെ ഇന്നത്തെ വൗസേഴ്സ് വൗ മൊമെന്റ്. കള്ളത്തരം പറയണ്ട, സത്യം പറയാലോ അല്ലേ? പറയാം. എന്തായാലും ഒരു 5-8 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 8 പരിപാടി കള്ളത്തരം ഒന്നും നല്ല പരിപാടിയാ. അത്രയൊക്കെ കഴിഞ്ഞ മാസം ജൂണില്ല സ്കൂളിന്റെ ജൂലൈയിൽ ഏത് സ്കൂളിന്റെ ഈ സത്യം പറഞ്ഞതിന് വിടുള്ളൂ. ഇവിടുന്ന് എങ്ങനെ കിട്ടി?
അതൊക്കെ പഴയ ബന്ധങ്ങള്, സ്കൂളുകളുടെ പഴയ ബന്ധം തുണി തുറക്കുമ്പോ തന്നെ നിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ടാവൂടാ. അത് സത്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞത് നീ മുന്നോട്ട് ഞാൻ പോയാൽ എണ്ണം കുറയ്ക്കാം. 8 എന്നുള്ളത് എത്ര വരെ എത്ര രൂപ? നാലോ? 4 ആക്കാം. പോരാ പോരാ. ഇച്ചിരി കൂടെ ഓണം അല്ലേടാ, എല്ലാ ആഡിസയിലൊക്കെ എന്തേലും കുറച്ച് ഇച്ചിരി കുറച്ച് തന്നേ. ഒറ്റ പരിപാടി ഇല്ലായിരുന്നു സാർ. My Dear Future Fun Baby Fun-ലെ അതിഗംഭീരമായ 2 ദിവസങ്ങളാണ് കടന്നു പോയിരിക്കുന്നത്. 2 സൂപ്പർ ഡൂപ്പർ എപ്പിസോഡുകൾ, കുറെ ധന്യമായ മുഹൂർത്തങ്ങൾ, നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് ഇവിടെ ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കുറെ നല്ല പെർഫോമൻസുകൾ കാണാൻ സാധിച്ചു. അതോടൊപ്പം പഴയകാല ഓണ ഓർമ്മകളിലൂടെയും കുറെ അധികം സഞ്ചരിച്ചു പോയി നമ്മൾ. ഇനിയിപ്പോ ഓണാഘോഷത്തിന്റെ കാലമാണ്. എന്തായാലും ഫൺ ബേബി ഫണ്ടിന്റെ ഈ ഫ്ലോറിലെ 2 ദിവസത്തെ ഓണാഘോഷം നമ്മൾ പൊടിച്ചു എന്നുള്ളതിൽ ഒരു സംശയം അല്ല, അതിലൊരു സംശയമില്ല. കാരണം നമ്മളോടൊപ്പം ഈ കഴിഞ്ഞ 2 ദിവസവും നമുക്ക് വളരെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ചാക്കോച്ചന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ഒപ്പം സലീമേട്ടൻ, അദ്ദേഹം നമ്മുടെയൊക്കെ അവരൊരു കുടുംബം പോലെ നമ്മളോടൊപ്പം അവർ ഇഴയിച്ചേർന്ന് ഇത്രയും നേരം അവരുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. അവരോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചാക്കോച്ച, എന്താണ് പറയാനുള്ളത്? സ്നേഹവും നന്ദി ഞാനും അറിയിക്കുകയാണ്. കാരണം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിക്കുക, സന്തോഷം പങ്കിടുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങേയറ്റം നിൽക്കുന്ന സാജുവേട്ടൻ തൊട്ടാണെങ്കിൽ സാജുവേട്ടൻ്റെ കൂടെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു ഓർമ്മകളും വീണ്ടും മനസ്സിലേക്ക് ഓടി വരികയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സലീമിക്കായ ആണെങ്കിലും അല്ലെങ്കിൽ മിസ്റ്റർ സലീം ആണെങ്കിലും ഡോ സലീം ആണെങ്കിലും അങ്ങനെ ഏത് രീതിയിലും എനിക്ക് എൻ്റെ സ്വന്തമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സുഹൃത്താണ്. സലീമിനോടൊപ്പവും സലീമിക്കയോടൊപ്പവും പിഷുവിനോടൊപ്പം അല്ലെങ്കിൽ ധർമ്മനോടൊപ്പം ഈ നിൽക്കുന്ന എല്ലാ ടീമുകളോടൊപ്പം ആര്യ, ഓഫ് കോഴ്സ് പുതിയ ആൾക്കാരും, പിന്നെ ഒരുപാട് നല്ല ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ചിന്തിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അപ്പം താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാപ്പി ഓണം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഫൺ ബേബി ഫൺ. സലീമേട്ടാ, സൂര്യ TV പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ. ഈ തിരുവോണത്തിന് ഫൺ ബേബി ഫൺ എന്ന പരിപാടിയിലൂടെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരോടൊപ്പം ചേർന്ന് ഒരു ഓണം ആഘോഷിക്കാൻ അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ സൂര്യ TVയോട് നന്ദി പറയുന്നു. അതേപോലെ പ്രിയ സ്നേഹിതൻ ചാക്കോച്ചൻ, പിഷാരടി, ധർമ്മജൻ, മറ്റെല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി ഗംഭീരമായിട്ടുള്ള ഡാൻസ് ആണ് വരാൻ പോകുന്നത്. ആ ഡാൻസ് ഞാൻ കളിക്കും. മേഡം കളിക്കാൻ പാടില്ല. മേഡം ഈ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ? സമയം ഒന്നും കളിക്കാൻ പാടില്ല. പിഷാരി ചേട്ടൻ അറിയോ, ഈ ബേബി സാറ് ആര്യ മേഡത്തിനെ നോക്കാൻ എന്നെ തന്നെ എന്തിനാ തെരഞ്ഞെടുത്തതെന്ന്? പല ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഡോക്ടർ ഫുൾ ടൈം വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലും കഴിക്കിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് മാത്രല്ലല്ലോ ബേബി സാർ. എന്താ സാറേ, സാറിന് അറിയില്ലേ ചാക്കോച്ചൻ ചേട്ടന്റെ പ്രിയ മേഡത്തിന് ആരാണ് പ്രഗ്നൻസി ടൈമിൽ പൊന്നു പോലെ നോക്കിയത്? ഈ ചാന്ദിനി സിസ്റ്റർ അല്ലേ? പിന്നെ അതുപോലെ സൂക്ഷിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും പൊന്നിൻ ചിങ്ങ മാസത്തിലെ പൊന്നോണപ്പുരിയിലെ അനുദിനം നടത്തുന്ന കോമഡി മുഹൂർത്തങ്ങളുമായി ഫൺ ബേബി ഫണ്ടിന്റെ ഓണാശംസകൾ.
பேசாம பத்திக்கப்பா ஒதட்டோரம் தித்திக்கப்பா இருக்காத ஒத்தையில ஒத்தையில ஒரு வாட்டி சந்திக்கப்பா வாயங்காட்டி கந்திக்கப்பா தயங்காத மெத்தையில மெத்தையில